വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത് ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത്. ഏറെക്കാലത്തിന് ശേഷം ബിഗ് സ്ക്രീനിലെത്തുന്ന വിഘ്നേഷ് ശിവൻ ചിത്രമാണ് LIK. നായകൻ തമിഴകത്ത് ഇന്ന് വലിയ താരമൂല്യമുള്ള പ്രദീപ് രംഗനാഥൻ. എന്നാൽ പ്രേക്ഷകരുടെ പ്രതീക്ഷ കാക്കാൻ LIKക്ക് ആയിട്ടില്ല എന്നാണ് പറയുന്നത്. കരയുടെ വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ വിഘ്നേഷ് ശിവന് മുമ്പിലുള്ള അവസരമായിരുന്നു LIK. ചിത്രത്തിനെയും വിഘ്നേഷ് ശിവനെയും വിമർശിച്ചുകൊണ്ട് റിവ്യൂവർ അശ്വിൻ തൻ്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. തീർത്തും മോശമായ സിനിമയാണ് LK എന്ന് അശ്വിന്ത് പറയുന്നു. ക്രിഞ്ച് ഫെസ്റ്റാണ്. എങ്ങനെയുണ്ട്? ഇമാജിൻ ചെയ്ത് എഴുതുകയും ഇത്രയും ബജറ്റ് ഇൻവെസ്റ്റ് ചെയ്യുകയും സിനിമ എടുക്കുകയും ചെയ്തു. കൃതി ഷെട്ടി ക്യൂട്ട്നെസ് ഇട്ട് മെഴുകുന്നു. കാണുന്നവന് ഒന്നും കൊടുക്കാനും തോന്നും. തനി ലോക്കലായ നായകനും അപ്പുറത്ത് ഹൈ ക്ലാസ്സിൽ പെടുന്ന നായികയും. ഇത് തന്നെയാണ് പ്രദീപ് രംഗനാഥൻ്റെ മിക്ക പടത്തിലും ഉള്ളത്. യോഗി ബാബുവിൻ്റെ വെറും വെറുപ്പിക്കലാണ്. ഗൗരി കിഷൻ്റെ ക്യാരക്ടർ മാത്രം കൊള്ളാമെന്ന് അശ്വന്ത് പറയുന്നു. ഇടയ്ക്ക് നടൻ മമ്മൂട്ടിയെ പരോക്ഷമായി അശ്വന്ത് പരിഹസിക്കുന്നുണ്ട്. 2040 സിനിമയുടെ കഥാപശ്ചാത്തലം മലയാളത്തിലാണ് ഈ സിനിമ എടുത്തതെങ്കിൽ ഉറപ്പായും മമ്മൂക്ക റഫറൻസ് ഉണ്ടാകും. മമ്മൂക്ക ഇപ്പോഴും ചെറുപ്പമായി കുഞ്ഞുവാവയാകും. അദ്ദേഹത്തിനൊപ്പം ബാലതാരമായി അഭിനയിച്ച പെൺകുട്ടിയാകും നായികയായിരിക്കുന്നത്. മലയാളത്തിലായിരുന്നു ഈ പടമെങ്കിൽ ഇവിടുത്തെ സംവിധായകർ ഈ പരിപാടി ഒപ്പിച്ചിട്ടുണ്ടാകുമെന്ന് അശ്വന്ത് പറയുന്നു. വിഘ്നേഷ് ശിവൻ കാട്ടപരാധം എന്നാണ് LIK അശ്വന്ത് വിശേഷിപ്പിച്ചത്. അനിരുദ്ധ് ചെയ്ത മ്യൂസിക്കും അശ്വന്ത് വിമർശിച്ചു. അനിരുദ്ധിൻ്റെ കരിയറിൽ ഏറ്റവും മോശം ആൽബമാണ് LIKയിലുള്ളത്. നല്ലൊരു സിഗ്നേച്ചർ സ്കോറില്ല. അനിരുദ്ധ് ഉഴപ്പി ചെയ്തതാണെന്ന് തോന്നുന്നു. അനിരുദ്ധ് ഇത്രയും ഉഴപ്പണമെങ്കിൽ എത്രമാത്രം മടുത്തുപോയി കാണും. മോശം വർക്കാണ്. പുള്ളിക്ക് പറ്റാത്തത് കൊണ്ടാകും അശ്വന്ത് എന്ന് പറയുന്നു. ഏപ്രിൽ 10-നാണ് ചിത്രം റിലീസ് ചെയ്തത്.